evening. Good evening, sir. Okay, welcome. Good evening. Good evening. Welcome. Congratulations. Correct time ലൊക്കെ നിങ്ങൾ എത്തി. ഞാൻ ഒരു മിനിറ്റ് ലേറ്റ് ആയി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈദ് മുബാറക് ഡേറ്റ് ആണെങ്കിൽ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ ഓക്കെ. ഇന്ന് നമ്മള് എന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കച്ചവടമായിട്ട് കാണരുത്, നമ്മളുടെ ജീവിത മാർഗമായിട്ട് കാണണം. ജീവിത മാർഗം ആൾക്കാരെ ഓരോരുത്തരും എങ്ങനെയാണ് ഒരു ജീവിത മാർഗം, എല്ലാ കാര്യങ്ങളും ബിസിനസ് എന്ന് പറയുന്നത് നമ്മളൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഞാൻ എന്തിനേയും ബിസിനസ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് വരുമാന മാർഗം. ആ വരുമാന മാർഗം എന്ന് പറയുന്നത് എങ്ങനെ, നമ്മളിപ്പോ നമ്മുടെ വരുമാനം ഉണ്ടാക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതായതുകൊണ്ടാണ് ഞാനത് പിന്നെയും പീരിയഡ്ലി പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ടൈം കളയേണ്ട. എന്താണ് ബിസിനസ്? അപ്പൊ നമ്മളതിന്റെ വ്യാപാരം എന്നൊക്കെയാണ് പറയുന്നത്. ബിസിനസ്, വ്യാപാരം, അത് മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാക്കാണ് വ്യാപാരം എന്നുള്ളത്. യഥാർത്ഥത്തിൽ വ്യാപാരം എന്ന് പറയുന്നത് നമ്മൾ വ്യാപരിക്കുന്ന എന്തിനേയും ആണ് വ്യാപാരം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം, അതാണ് വ്യാപാരം. നമ്മൾ വ്യാപരിക്കുന്ന ഏത് മേഖലയാണെങ്കിലും അതെല്ലാം ഒരു ബിസിനസ്സാണ്. നമ്മളുടെ എക്സ്പെർട്ടൈസും നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ എക്സ്പീരിയൻസും, ഇത്രയും കാലഘട്ടത്തെ എക്സ്പീരിയൻസും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിനെയാണ് വ്യാപാരം. അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു വരുമാനം ഉണ്ടാക്കുന്നു. അതിലൊരു റിമ്യൂണറേഷൻ എന്ന് പറയും. അത് ഏത് രീതിയിലാണെങ്കിലും, ജോലിയാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, കച്ചവടമാണെങ്കിലും, ഒരു വ്യവസായമാണെങ്കിലും, മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലും സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കൂ. അത് ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ സർവീസ് ആയിട്ടോ, പല ആൾക്കാരും ജോലിക്കാരെ സംബന്ധിച്ച് അവർ ഒരു സർവീസാണ് നൽകുന്നത്. അതേപോലെ തന്നെ ഒത്തിരി സർവീസുകൾ ഈ സമൂഹത്തിൽ പല ആളുകളും ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ മുതൽ എഴുന്നേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ആരുടെയെങ്കിലും ഒക്കെ സർവീസാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ ബിസിനസ് എന്നതുകൊണ്ട് മനസ്സിലാക്കിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പറയും മറ്റുള്ളവർ ഒരു ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവര് കച്ചവടം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യുന്നതാണ് നമ്മൾ ഒരു ഉപഭോക്താവായി നമ്മൾ അവരിൽ നിന്ന് പറ്റുന്നത്. അപ്പൊ ഈ ലോകത്തിൽ ഓരോരുത്തരും രാവിലെ മുതൽ എഴുന്നേറ്റ് രാത്രി വരെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ആരുടെയെങ്കിലും വേർത്ത് അല്ലെങ്കിൽ അവര് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന എന്തെങ്കിലും അവര് സമൂഹത്തിന് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു നമ്മൾക്ക് ഉപകാരപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വാങ്ങിക്കുന്ന ഏതൊരു സാധനവും, നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെങ്കിലും അതിനു വേണ്ടുന്ന ജോലി ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുമ്പോഴാണ് അത് നമുക്ക് ആഹാരമായിട്ട് നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്നത്. ആരും ഇൻഡിപെൻഡന്റ് അല്ല, എല്ലാവരും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ ഡിപ്പെൻഡൻസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എന്താണ് ബിസിനസ് എന്ന് ഒരു വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുകൊണ്ട് അതിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു ക്ലാസ്സും തരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പലരും പറയും, ഓരോരുത്തരും ഓരോ രീതിയിലുള്ള തൊഴിൽ ചെയ്യുന്നു. ആർക്ക് അവരവരുടെ കഴിവ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പൊ ആ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ചെയ്താലേ അത് മാർക്കറ്റിൽ പോവുകയുള്ളൂ. നമ്മൾക്ക് ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അരി വേണം. അത് ആരെങ്കിലും നെൽകൃഷി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അരി ലഭിക്കുകയുള്ളൂ. ആരും അവനവൻ തന്നെ കൃഷി ചെയ്ത് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോരുത്തരും നമ്മളും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഒരു സർവീസ്, നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് അതാണ്. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ആളുകൾക്ക് ആവശ്യമുള്ളത് നിർമ്മിച്ചോ ഉൽപ്പാദിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചോ ഒരു കൺസ്യൂമറിന്റെ അടുത്ത് എത്തിക്കുന്നതിനെയാണ് ഒരു വ്യവഹാരം എന്ന് പറയുന്നത്. വ്യവഹാരം അതൊരു ട്രാൻസാക്ഷനാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ വഴി ഒരാൾക്ക് പ്രയോജനപ്പെടുന്നു. ആ പ്രയോജനപ്പെടുന്നതിന്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് ലാഭമായിട്ടും വരുമാനമായിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ഈ വ്യാപാരം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ തലയിൽ വരുന്നത് എന്ന് പറയുന്ന കച്ചവടം ചെയ്യുന്നു.
ബിസിനസ് ചെയ്യുന്നത്. അവർ ബിസിനസ്സുകാരാണ്. അവർ ബിസിനസ്സുകാരാണെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ മലയാളിയെ സംബന്ധിച്ച് അവര് മനസ്സിലാക്കുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകാരാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തികളും ബിസിനസ്സാണ് ചെയ്യുന്നത്. ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസും അദ്ദേഹത്തിന്റെ സമയവും ഒരു സ്കൂളിൽ കൊണ്ടേ കൊടുത്തിട്ടാണ് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കുട്ടികളാണ്. ആ കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്കൂളിൽ പോകുന്നത്. അതുപോലെ തന്നെ ഏതൊരു ജോലിക്കാരനാണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, ഡോക്ടേഴ്സ് ആണെങ്കിലും, അഡ്വക്കേറ്റ്സ് ആണെങ്കിലും, ഇതെല്ലാം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെ എല്ലാത്തിനെയും നമ്മൾക്ക് ബിസിനസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ബിസിനസ് എന്നുള്ള കാഴ്ചപ്പാട് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്. ചിലവര് കട തുറന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ച് മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നു. അപ്പൊ മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഷോപ്പിൽ വെച്ചെങ്കിൽ മാത്രമേ അത് ചെലവാകുള്ളൂ, ശരിയല്ലേ? അപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്തു കൊടുത്തപ്പോഴാണ് അതൊരു ബിസിനസ്സായി മാറുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾക്കും നമ്മുടെ ഉള്ളിൽ ചില കഴിവുകളുണ്ട്. അത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആ കഴിവ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുക. അപ്പൊ നമ്മളുടെ ആവേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിവ്, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന അത് പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യമാണ്. സമൂഹത്തിൽ ചെയ്യേണ്ടതായി ദൗത്യമാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനവും നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെല്ലാവരും എനിക്കിങ്ങോട്ട് ചെയ്തു തരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉറപ്പാക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്കൊരു ആവേശം ഉണ്ടായിരിക്കണം. അതായത് എന്തിലാണ് നമ്മൾക്ക് ആവേശം, ഏത് കാര്യത്തിലാണ് നമുക്ക് താല്പര്യം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെയൊക്കെ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ആദ്യമേ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്ന ഏറ്റവും ആദ്യമേ നമ്മുടെ ഹെൽത്താണ്. അതിനുശേഷം നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഹെൽത്താണ്. അതിനുശേഷം നമ്മളുടെ മാനസികമായിട്ടുള്ള ഹെൽത്താണ്. ഇതെല്ലാം ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു സർവീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ ഒരു എഡ്യൂക്കേഷൻ തന്നിട്ടില്ല. നമ്മളെ പഠിക്കുക, നന്നായിട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കുക. അത് എന്തിനാണ് ആ ജോലി ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ നമ്മൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ജോലിക്ക് പോയത്, ശരിയല്ലേ? ആ വരുമാനം ഉണ്ടാക്കുക, എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്ന് പോലും മനസ്സിലാക്കാതെയാണ് പലരും ജോലിക്ക് പോകുന്നത്. അപ്പൊ അത് ഒരു വ്യക്തി പറയുന്നുണ്ട്, ഒരു വലിയൊരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ബിൽഡിംഗ് കുറെ തൊഴിലാളികൾ കൂടി പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞങ്ങളൊരു കെട്ടിടം പണിയല്ലേ എന്ന് പറഞ്ഞു. അതേസമയം മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിത് പണിയുന്നു, എന്റെ കുടുംബത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് പണിയുന്നു പറഞ്ഞു. പക്ഷെ ഒരു വ്യക്തി പറഞ്ഞു, ഇതൊരു ഡ്രീമാണ്, ഒരു വ്യക്തിയുടെ ഡ്രീമാണ്. ഇവിടെ ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആണ് വരാൻ പോകുന്നത്. അതിന്റെ ആ ഡ്രീമിന്റെ ഏതോ ഒരു വ്യക്തിയുടെ ഡ്രീമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് എന്ന് ആ വ്യക്തി പറഞ്ഞു. ആ ആവേശമാണ് ശരിക്കും അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ. അപ്പൊ നമ്മളൊരു തൃപ്തിയോടുകൂടി ജോലി ചെയ്യുക എന്നുള്ളത് എന്ന് പറയുന്ന നമ്മുടെ ആവേശം, നമ്മൾ ആ മനസ്സിലാക്കണം. നമ്മൾക്ക് ഉള്ളിന്റെ ഉള്ളിലുള്ള നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ആവേശം ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എങ്ങനെയാണ് ഇത് ശരിയായിട്ടുള്ള ബിസിനസ്, ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനകത്തുള്ള ഓരോന്നുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, വ്യാപാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങളിലൂടെയോ സേവനങ്ങളിലൂടെയോ അതിന് പരിഹാരം നൽകി പ്രതിഫലം നേടുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ നിങ്ങൾ പണി നോക്കാൻ പറയുന്നതാണ് അതിനെക്കുറിച്ച്. അപ്പൊ വ്യാപാരം എന്ന് പറയുന്നത് ഒരു കച്ചവട മനസ്ഥിതി എന്നൊക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിലിരിക്കുന്നത്. കച്ചവട മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു മനസ്ഥിതി ആണ് എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയും വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളിൽ. അപ്പൊ വരുമാനം നേടാനുള്ള മാർഗങ്ങൾ, അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ആ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന വരുമാനം നേടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഓരോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എല്ലാ ആൾക്കാരും നടക്കുന്നത്. പക്ഷെ ചില ആളുകൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുകയും അവർ ഫ്രീഡം അനുഭവിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ 80% ആളുകൾ ബുദ്ധിമുട്ടിയാണ് ജോലിക്ക് പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് പോകാൻ തന്നെ അവർക്ക് ഇഷ്ടമല്ല. കാരണം പറയപ്പെടുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് അധികം ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന്
ഒരു റിസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് വെള്ളിയാഴ്ച അവർ വർക്ക് ചെയ്തു, ശനി ഞായർ അവധിയെടുത്ത് പിന്നെ ഈ തിങ്കളാഴ്ച ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ പല ആളുകൾ ഇഷ്ടത്തോടു കൂടിയല്ല പോകുന്നത്. പിന്നെ ആ ഒരു ജോലിക്ക് ശമ്പളമുണ്ട്, അതുകൊണ്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. അപ്പൊ വ്യക്തികളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ പാഷൻ, ആ ആവേശത്തിലല്ല ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയല്ല പലരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടമില്ലാതെ ഒരു ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പല ആളുകൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ആ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഇഷ്ടമല്ല, പോകാൻ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ അത് കൂടി പല തരത്തിലുള്ള ഒരു സൈക്ലിക് ആയിട്ടുള്ള പല കാരണങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നത്. അപ്പോൾ വരുമാനം നേടാനുള്ള മാർഗമാണ് എല്ലാവരും കൂടി നടന്ന് നമ്മൾ രാവിലെ മുതൽ എഴുന്നേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വരുമാനം ഉണ്ടാക്കാനാണ്. പക്ഷെ ആ വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന ഓരോ വ്യക്തിയും അദ്ദേഹത്തിന്റെ പാഷൻ അല്ലെങ്കിൽ ആവേശം ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ആ ആവേശത്തോടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പൊ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ അതിനെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ അത് പരിശീലിപ്പിക്കുകയാണ്. ഓരോരുത്തർക്കും അവനവന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും, ഓരോരുത്തരുടെ കഴിവനുസരിച്ച് കൊച്ചു കുട്ടികളെ മുതൽ അവര് അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അത് നമുക്ക് മനുഷ്യന്റെ, ഞാൻ ആ പറഞ്ഞ സോഷ്യൽ വെൽനെസ്സിനകത്ത് ഓരോ വ്യക്തികളുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ടെമ്പറാമെന്റ് എന്ന് പറയുന്നത് അത് കണ്ടെത്താൻ സാധിക്കും. ആ കണ്ടെത്താനുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ വഴി കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോ ചെറിയ കുട്ടികൾക്കും അവരുടെ ആവേശം എന്താണ് അല്ലെങ്കിൽ അവരുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആ രീതിയിൽ ഗൈഡ് ചെയ്യുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന 10 വരെ ജനറൽ സ്റ്റഡീസ് ആണ്, എല്ലാം പഠിക്കുക എന്നുള്ളത്. അതുപോലെ ഹിന്ദിയും ഒന്നും പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് തല്ലി ഹിന്ദി പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്തവരെ കൊണ്ട് ഇംഗ്ലീഷ് തല്ലി പഠിപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ കാണാതെ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ അവന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അല്ല നമ്മൾ പല എഡ്യൂക്കേഷൻ സിസ്റ്റവും പോകുന്നത്. അപ്പൊ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല നമ്മളുടെ ജോലി അല്ല നമ്മളുടെ പ്രവൃത്തി എന്ന് മനസ്സിലാക്കുക. അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടണം എന്നാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഏതൊക്കെ തരത്തിലാണ് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത്? ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജോലിക്കാരനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, ആ ജോലി സ്ഥിരമായി ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പുള്ള ജോലി. അത് ഗവൺമെന്റ് ജോലി ആയിരുന്നു, പക്ഷെ ഈ കാലഘട്ടത്തിൽ അതുമില്ല. ലോകമെമ്പാടുമുള്ള പ്രശ്നമാട്ടോ. ജോലി എന്ന് പറയുന്ന ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾക്കുണ്ട്. അതൊക്കെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത്. ജോലി കിട്ടിയിട്ട് വേണം ലീവ്. ഒരു പണിയില്ലാത്തവനും അവർ പറയുന്ന ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സേഫ് ആയി എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ജോലി ചെയ്തില്ലെങ്കിൽ, ഗവൺമെന്റ് ജോലിയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലി ചെയ്തില്ലെങ്കിലും അവന് ശമ്പളം കിട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ആൾ വരുന്നു. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ആയിരിക്കില്ല അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ജോലിക്കാരനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത്. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാത്ത ആളുകൾ എന്തെങ്കിലും ഒരു പണിക്ക് പോകും, കൈത്തൊഴിൽ പഠിക്കുക എന്നൊക്കെ പറയും. അപ്പൊ കൈത്തൊഴിൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ പല എക്സ്പെർട്ടൈസ് ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുക്കായിട്ട് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ അത് ഇത്തിരി താഴ്ന്ന രീതിയിലാണെന്ന് ആൾക്കാർ ധരിച്ചിരുന്നത്. പക്ഷെ ഇത് മറ്റുള്ള രാജ്യങ്ങള് അത് കുക്കാണെങ്കിൽ കൂടി ശരിയായ രീതിയിൽ കുക്ക് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അദ്ദേഹം അതിൽ എക്സൽ ചെയ്യുകയും അതൊക്കെ അവർക്കൊക്കെ നല്ല ശമ്പളം കിട്ടുന്ന ഒരു മാന്യമായ ജോലിയായിട്ട് മാറുകയും ചെയ്തു. അതേപോലെ തന്നെ ഏതൊരു ജോലിയാണെങ്കിലും എല്ലാ രാജ്യങ്ങളും അതിൻ്റെതായ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കൂടെ കിട്ടിക്കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആവും. അവന്റെ ഉള്ളിലുള്ള കഴിവ്, അത് ഏതൊരു താഴേക്കടയിലുള്ള ജോലിയാണെങ്കിലും അവർ ആ എക്സ്പേർട്ട് ആയി കഴിയുമ്പോൾ ആ ട്രെയിനിങ്, ആ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ കഴിവും കൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. സ്വയമായിട്ട് തൊഴിൽ ചെയ്യുന്നത് അത് കണ്ടെത്തി ആൾക്കാർ അതിനുവേണ്ടി ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നവനാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ പഠിച്ചാണ് ചെയ്യുന്നത്. പഠിക്കാതെ നിവർത്തിയില്ല. ഒരു പ്ലംബർ ആണെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ഇവരൊക്കെ ആരുടെയെങ്കിലൊക്കെ കൂടെ നടന്ന് പഠിച്ചാണ് അവർ വരുന്നത്. അതേസമയം അത് നല്ല രീതിയിൽ ITIയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ടെക്നിക്കലി എന്തുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാവും. അതാണ് അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷൻ രീതിയിലേക്ക് എല്ലാ തലങ്ങളിലും നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതായിട്ട്. അപ്പോഴാണ് അവർക്ക് ഇൻട്രസ്റ്റോടുകൂടി ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്, എന്ത് ചെയ്യുന്നതിനും കാരണം വൈ, വാട്ട് ആൻഡ് ഹൗ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈ, എന്തിന് ഞാനിത് ചെയ്യണം. ഹൗ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വരും. എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം എന്ന് മനസ്സിലാക്കുക, എങ്ങനെ എന്നുള്ളത് ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്.
അടുത്തതെന്ന് പറയുന്നത് വലിയ ബിസിനസ് ചെയ്യുന്നവർ. വലിയ ബിസിനസ്സുകാരെന്നൊക്കെ പറഞ്ഞാൽ കുറെ അധികം 10-300 ജോലിക്കാരെ വെച്ച് ചെയ്യുന്ന ആ വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയി കുത്തിയിരുന്നായിരിക്കില്ല ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യാൻ ഒത്തിരി എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവരാണ് ഒരു വലിയ ബിസിനസ് സംരംഭകൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ബിസിനസ് സംരംഭകനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു 3-4 മാസം ഒരു വെക്കേഷന് വേണ്ടി ടൂറ് പോയാൽ പോലും അദ്ദേഹത്തിന്റെ ആ ബിസിനസ് നടക്കുകയും അത് തുടർച്ചയായി അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കുകയും അത് വളരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഉള്ള ആളുകളെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ കേരളത്തിൽ കാണുന്ന ഓരോ ഷോപ്പുകളാണ് നമ്മളൊരു ബിസിനസ് ആയിട്ട് കാണുന്നത്. അങ്ങനെ ഷോപ്പ് നടത്തുന്ന ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തി അദ്ദേഹം ഒരു ബിസിനസ്സുകാരനല്ല, അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയി ആണ്, സ്വയം തൊഴിൽ തേടുന്ന ആൾ. അദ്ദേഹം രാവിലെ പോയി ഷോപ്പ് തുറന്ന് രാവിലെ വൈകുന്നേരം വരെ ഇരുന്ന് ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു ബിസിനസ് അല്ല എന്ന് മനസ്സിലാക്കുക. ചില തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് കുറെ ആളുകൾക്ക് ജോലി കൊടുക്കുക, ആ ജോലിക്കാരെല്ലാം അത് കൺട്രോൾ ചെയ്യുക. അപ്പൊ ആ ബിസിനസ് സിസ്റ്റം എന്ന് പറയും, ആ ഒരു സിസ്റ്റം അദ്ദേഹം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ പോയില്ലെങ്കിലും ആ ബിസിനസ് നടക്കുന്ന കാര്യങ്ങളാണ് ബിസിനസ് എന്ന് പറയുക. ബാക്കി എല്ലാവരും സ്വയം തൊഴിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. അടുത്തവരെന്ന് പറയുന്നത് നിക്ഷേപകര്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, അവർ നിക്ഷേപിക്കും, മറ്റുള്ള ബിസിനസ്സുകളിൽ നിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബിസിനസ്സുകളിൽ അവർ നിക്ഷേപിക്കും. അപ്പൊ എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ച് ഏതെങ്കിലും ഒരു ബിസിനസ് നഷ്ടം വന്നാലും അദ്ദേഹത്തിന് മറ്റ് ബിസിനസ്സുകൾ അത് നികത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്നതനുസരിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഓരോരുത്തരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ഫ്രീഡവും ഇല്ല. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിക്ക് എടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. അദ്ദേഹം എപ്പോ ഭക്ഷണം കഴിക്കണം, എന്ന് ലീവിൽ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര സമയത്തിന് എപ്പോ പോകണം, ഇതെല്ലാം നിശ്ചയിക്കുന്നത് ജോലിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജോലി കൊടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. അതേസമയം സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫ്രീഡം ഉണ്ട്. കാരണം അദ്ദേഹം സ്വന്തമായിട്ട് ആണ് ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏത് സമയത്തും അദ്ദേഹത്തിന് ബിസിനസ് കൂട്ടാം, ആരും ഒന്നും ചോദിക്കാനില്ല എന്നുള്ള ധാരണയാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ വളരെ തെറ്റാണ്. ഈ ജോലിക്കാരനെ കൂടുതൽ പ്രശ്നവും ബുദ്ധിമുട്ടും തലയിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ. അവർക്ക് കുറച്ച് രീതിയിൽ 5-6 ജോലിക്കാരുണ്ടെന്ന് കരുതുക, അദ്ദേഹത്തിന് സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ അദ്ദേഹത്തിന് തലവേദന സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ബാങ്കുകാർ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബോസായി മാറും, ചിലപ്പോൾ ജോലിക്കാർ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബോസായി മാറും. അതേപോലെ തന്നെ ഒരു കസ്റ്റമർ ശരിയായ രീതിയിൽ കസ്റ്റമർക്ക് അദ്ദേഹത്തിന്റെ സർവീസ് കിട്ടിയില്ലെങ്കിൽ ആ കസ്റ്റമർ വന്ന് ഇവിടെ വഴക്കുണ്ടാക്കും. അപ്പൊ ജോലിക്കാരനെ സംബന്ധിച്ച് ഒരു ബോസ് ആണെങ്കിൽ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒത്തിരി ബോസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് എല്ലാം എന്ന് വിചാരിക്കുന്നത് അതും ശരിയല്ല. അപ്പൊ ആ ഡിഫറൻസ് വേണം. അതേസമയം ഒരു ബിഗ് ബിസിനസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനെല്ലാം അത് ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ചില ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് അടച്ചു പോകും. ആ അടച്ചു പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അദ്ദേഹം മാറാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന വളരെ നല്ലതായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ വലിയൊരു ടിവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വളരെ ആളുകൾ പോപ്പുലർ ആയിട്ടുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം കുറെ കാലം കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമായി പോകും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ അതിൻ്റെതായ പ്രശ്നമുണ്ട്. നിക്ഷേപകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൈസ മുടങ്ങിയിരുന്നു, ശരിയായ രീതിയിലുള്ള സ്ഥലത്ത് നിക്ഷേപിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൈറ്റ് സൈഡ് വലിയ ബിസിനസ് ചെയ്യുന്നവരെയും നിക്ഷേപകർക്കും വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ് ഈ ഇടതുഭാഗത്തുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഈ ജോലിക്കാരാണ് വലിയ ബിസിനസ്സുകാർക്ക് ബിസിനസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ജോലിക്കാരാണ് നിക്ഷേപം ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് അവരെ വളരാൻ സഹായിക്കുന്നത്. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായി കാണുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്കാർക്ക് ഫ്രീഡം അനുഭവിക്കും, അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് പോകാം, അവർക്ക് കുട്ടികളായിട്ട് സമയം സ്പെൻഡ് ചെയ്യാം, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാം, വെക്കേഷൻ പോകാം, ഇതിനൊക്കെ അവർക്ക് വരുമാനം ലഭിക്കും. ഈ റൈറ്റ് സൈഡിലുള്ള ആളുകൾ എന്താന്ന് വെച്ചാൽ വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന വരുമാനം അവരുടെ ചെലവിനേക്കാളും കൂടുതലായിരിക്കും. മനസ്സിലായോ? അവരുടെ വരുമാനം, അതായത് ലാഭം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചെലവ് എക്സ്പെൻസിനേക്കാളും കൂടുതലാവായിരിക്കും. അപ്പൊ ബാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്യും? ആ ബാക്കി വരുന്ന എമൗണ്ട് വേറെ എവിടെയെങ്കിലും നിക്ഷേപം ചെയ്യും. അങ്ങനെ ഒരു വലിയ ബിസിനസ്സുകാരൻ പിന്നെ ഫർദർ പതുക്കെ ഒരു നിക്ഷേപകനായി മാറും. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അത്രമാത്രം കൂടുതലാണ്. അതേസമയം ഒരു ജോലിക്കാരനെ സംബന്ധിച്ചോ അദ്ദേഹത്തിന് ഒരു ശമ്പളം കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ച്
20-ാം തീയതി വരെ കട്ടിമുട്ടി അങ്ങോട്ട് പോകും. അതിനുശേഷം 20-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കടം വാങ്ങിക്കേണ്ട സ്ഥിതിയാണ്. ഞാനൊരു ജോലിക്കാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്. അപ്പൊ ആ 20-ാം തീയതി വരെ വലുതായിരിക്കും. എന്നിട്ട് 1-ാം തീയതി ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ പല കടങ്ങളും വീട്ടാനായിരിക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഒരു കുറച്ച് പൈസ മിച്ചം വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എക്സ്പെൻസ് അതുമാതിരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയും അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾക്ക് ഏതൊരു വരുമാനമാണെങ്കിലും അതിൽ നിന്നൊരു 10% നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയും. പക്ഷെ അത് സേവ് ചെയ്യാൻ സാധിക്കാറില്ല. പലരെ സംബന്ധിച്ച്, ജോലിക്കാരെ സംബന്ധിച്ച് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർ ആ 10% എവിടെയെങ്കിലും ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും എടുക്കില്ല എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ആയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് കഴിയുമ്പോൾ ഒരു നല്ലൊരു ബിസിനസ് സംരംഭം അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് അനുസരിച്ച് ബിസിനസ് തുടങ്ങാനോ മറ്റോ സാധിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ അതൊരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റിട്ടയർമെന്റ് സമയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ അത് പലർക്കും സാധിക്കാറില്ല. അതേപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് കിട്ടുന്നതിന്റെ വരുമാനത്തിന്റെ അത് നിങ്ങൾ മനസ്സിലാക്കുക, എത്ര രീതിയിൽ ഏത് രീതിയിലുള്ള വരുമാനമാണെങ്കിലും ആ വരുമാനത്തിനുള്ളിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ടോ. അപ്പൊ സയൻസ് പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 10 വരുമാനം കിട്ടുവാണെങ്കിലും 10%, അതിന്റെ ഒരു 10% നിങ്ങൾ സേവിങ് ആയിട്ട് മാറ്റിവെക്കുക. 10% നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായമായിട്ട് കൊടുക്കുക. അത് എത്ര, ഇപ്പൊ 10,000 രൂപ കിട്ടുന്ന ആളാണെങ്കിൽ അതിൽ 1000 രൂപ എല്ലാ മാസവും ഒരു സേവിങ്സിലേക്ക് വിടുക, 1000 രൂപ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഫണ്ടിലേക്ക് മാറ്റുക എന്ന് പറയും. അപ്പൊ പറയപ്പെടുന്നത് ശരിക്കും ഇതിൽ ബിസിനസ് മാനേജ്മെന്റിൽ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിൽ, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിപ്പിക്കുന്ന ഇതാണ്. നിങ്ങൾ കിട്ടുന്ന വരുമാനത്തിന്റെ നിങ്ങൾക്ക് ഒരു 3 അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 3 അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസിനുള്ള അക്കൗണ്ട് ആയിരിക്കണം, ഒന്ന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു കലാമിറ്റി ഉള്ള സമയത്ത്, എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് എടുക്കാനായിട്ടോ വേണ്ടി ഒരെണ്ണുണ്ടായിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും എടുക്കില്ല എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ പറയുന്ന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന ഏതൊരു വരുമാനത്തിലും ആ വരുമാനത്തിന്റെ ഉള്ളിലാണ് എല്ലാവരും ചെയ്യുന്നത്. കാരണം പല ആൾക്കാരും ചോദിക്കും, എന്തിനാണ് പ്രകൃതി പല തട്ടിലുള്ള ആൾക്കാരെ സൃഷ്ടിച്ചിരിക്കുന്നത്? അത് പറയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും താഴേക്ക് നോക്കുകയും, നമ്മൾ താഴേക്ക് നോക്കാൻ പറയുന്നത് നമ്മളെക്കാളും ജീവിത സാഹചര്യം മോശമായിട്ടുള്ളവരെ കാണുകയും അവർ ജീവിക്കുന്ന സിറ്റുവേഷൻ നമ്മൾക്ക് മനസ്സിലാക്കുക. പക്ഷെ നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക, അതൊരു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ താഴ്ത്തി എന്ന് പറഞ്ഞു. വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബിഗ് ഡ്രീംസ് ഉണ്ടായിരിക്കണം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്നാലും നമ്മൾ അതിനുവേണ്ടി ഒത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ വൈ, വാട്ട് എന്നുള്ള രണ്ടും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഹൗ എന്നുള്ളത് ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയുള്ളത് പ്രകൃതി നമ്മൾക്ക് എത്തിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പൊ 3-4 അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഒന്ന് നമ്മുടെ ആ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു 10% മാറ്റി വയ്ക്കുക. ഒരു 10% നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നവർക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 10%. 10,000 ശമ്പളം കിട്ടുന്നവർ 1000 നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് മാറ്റുക, 1000 മറ്റുള്ളവരെ ഹെൽപ്പ്. 8,000 റുപ്പീസ് കൊണ്ട് ജീവിക്കാൻ സാധിക്കുക. ഇനി അതൊരു ഇപ്പൊ 1,00,000 രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം? 10,000 രൂപ നമ്മളുടെ സെക്യൂരിറ്റി ആയിട്ട്, ഡെപ്പോസിറ്റ് ആയിട്ട് എല്ലാ മാസവും മാറ്റിക്കാൻ വേണം. അതിന്റെ 10,000 റുപ്പീസ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അതിന്റെ 80,000 നമ്മളുടെ, കാരണം വരുമാനം കൂടുന്നതനുസരിച്ച് ആൾക്കാർ എക്സ്പെൻസും കൂടുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ 10,000 രൂപ കിട്ടുന്നവനും ജീവിക്കുന്നുണ്ട്, 1,00,000 രൂപ കിട്ടുന്നവനും ജീവിക്കുന്നത്. പക്ഷെ 1,00,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരന് ജോലി കിട്ടുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാറ്റസ് അങ്ങോട്ട് മാറുകയും അദ്ദേഹം ആ സ്റ്റാറ്റസിൽ ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയും, അപ്പോൾ തന്നെ ഇത്രയും റെഗുലറായിട്ട് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ലോൺ എടുത്ത് വീട് വയ്ക്കുക, കാറ് വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പലർക്കും പ്രശ്നം. ഇനി 1,00,000 എന്നുള്ളത് 2,00,000 ആയി കഴിഞ്ഞാൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകൾക്ക് സേഫായി മാറാനുള്ള കാര്യങ്ങൾ എന്ന് പറയാം. അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമല്ല, നമ്മൾക്ക് പല കാര്യങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അത് നമ്മൾ വളരെ സേഫ് ആയിട്ട് ചെയ്യണം. പല ജോലിക്കാരും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങും, അത് ആരെങ്കിലും ഏൽപ്പിക്കും. അത് കിട്ടിയ സമ്പാദ്യം മുഴുവൻ പൊട്ടിപ്പൊളിച്ച് ആ ജോലിക്കാരെ ഏൽപ്പിച്ച് അവര് അടിച്ചു മാറ്റുന്നുണ്ടാവും. അങ്ങനെ ആ രീതിയിലല്ല, അത് ശരിയായ രീതിയിൽ ട്രെയിനിങ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്.
ലെഫ്റ്റ് സൈഡ് ഉള്ളവരാണ് ഈ റൈറ്റ് സൈഡിലുള്ള ആളുകളെ വളർത്തുന്നത്. ഞാൻ പറഞ്ഞോ, ഈ റൈറ്റ് സൈഡിലുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാം ജോലി ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരാണ്. അത് തന്നെയല്ല, ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നവും അല്ലെങ്കിൽ സർവീസും ഒക്കെ ആരാണ് സ്വീകരിക്കുന്നത്? ഈ ലെഫ്റ്റ് സൈഡിലുള്ളവരാണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളവർ കാശ് കൊടുത്തിട്ടാണ് റൈറ്റ് സൈഡിലുള്ളവരുടെ സർവീസ് വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി അത് എന്താണ് അങ്ങനെയെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അപ്പൊ നമ്മുടെ ഈ ഭൂമിയിൽ ആളുകൾ പലതരത്തിലാണെന്നും നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കാൻ പഠിക്കുക. അപ്പൊ അതാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് മുതൽ തുടങ്ങി നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ചിന്താഗതി, നമ്മുടെ മനസ്സ് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് നമ്മൾക്കൊരു ലോജിക്കായിട്ട് ചിന്തിക്കാനൊക്കെ കഴിയുക. അതുവരെ നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒന്നും മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നവർ മറ്റുള്ളവരായിരിക്കും. നമ്മുടെ മനസ്സായിരിക്കില്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി നമ്മൾക്ക് വ്യത്യാസങ്ങൾ വരുത്തണം. അവിടെയാണ് ഈ ട്രെയിനിങ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ എന്താണ് ബിസിനസ് എന്തിനാണ് എന്നോട് പറയണതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് അത് കാരണം നമ്മളിൽ ഒരു കൺട്രോൾ വേണം. നമ്മുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മൾക്ക് സ്വയം ആലോചിക്കാനുള്ള കഴിവിലേക്ക് നമ്മൾ എത്തും. ലോജിക്കായിട്ട് വളരെ കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തിക്കാനുള്ള അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഹെൽത്തി ആയിരിക്കണം. ഒന്നിലധികം മാർഗത്തിലൂടെ വരുമാനം നേടുന്നവരെയാണ് സംരംഭകർ എന്ന് വിളിക്കുന്നത്. ഈ സംരംഭകരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പല സ്ഥലത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതൊന്നും അവരായിരിക്കില്ല നോക്കുന്നത്. പല ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അവർ ചെയ്യുന്ന ഒരു നന്മയാണ്. അവർക്കൊക്കെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നന്മയാണ്. അങ്ങനെ ഒരു സംവിധാനം ഓടുന്നുണ്ട്. ആ സംവിധാനം ഓടുമ്പോൾ ഇദ്ദേഹത്തിന് അത്ര വലിയ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഓടുന്ന സ്ഥിതിയിലേക്ക് വരും. അപ്പൊ ഒന്നിലധികം മാർഗങ്ങൾ കൂടി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്നതാണ്. സാധാരണ ബിസിനസ് യഥാർത്ഥ ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. സാധാരണ ബിസിനസ്സിൽ കഠിനാധ്വാനം വേണം. അതേസമയം യഥാർത്ഥ ബിസിനസ് എന്ന് പറയാൻ ചിട്ടയായ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ദൈനംദിന വരുമാനമാണ്. അതാത് ദിവസത്തെ വരുമാനമാണ് സാധാരണ ബിസിനസ്സുകാരന്, അതാത് മാസമുള്ള വരുമാനം. അതേസമയം ഈ പറയുന്ന യഥാർത്ഥ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവർ ദീർഘവീക്ഷണമുള്ളവരാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ലംസമായിട്ടുള്ള വരുമാനം കിട്ടണമെന്നാണ്. അപ്പൊ ആദ്യത്തെ മാസമോ രണ്ടാമത്തെ മാസമോ 6 മാസമോ ഒന്നും ഒരു വരുമാനം ഇല്ലാതെ ആയിരിക്കും അവർ ബിസിനസ് ചെയ്യുന്നത്. അതിനുശേഷം വൺസ് അത് റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടായിരിക്കും. അതേസമയം സാധാരണ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ ഫിക്സഡ് ആയിട്ടുള്ള വരുമാനം എല്ലാ മാസവും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആര് ജോലി തന്നോ അദ്ദേഹത്തിന്റെ ബിസിനസ് പൊളിഞ്ഞാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനം നിലനിന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. ഇപ്പോഴല്ല. ഇപ്പൊ ഒരു വലിയൊരു കമ്പനി ആണെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ ബിസിനസ്സുകാരന് അത് എപ്പോ നിർത്തുന്നതെന്ന് തോന്നി നിർത്തി കഴിഞ്ഞാൽ ഈ ജോലിക്കാരെ ഒക്കെ പറഞ്ഞു വിടുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു നിയമ സംരക്ഷണവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ജോലിക്കാരനെ സംബന്ധിച്ചും ഒരു സാധാരണ ബിസിനസ്സുകാരനെ ചെറിയ പരിധിയാണ് ഉള്ളത്. അതേസമയം യഥാർത്ഥ ബിസിനസ് എന്ന് പറഞ്ഞതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് സ്വാധീനം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലിയും എല്ലാ കാര്യങ്ങളിലുള്ള സ്വാധീനമാണ്. സമയബന്ധിതമാണ്. അതേസമയം ഇവിടെ സമയബന്ധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടൈം ഫ്രീഡം ഇല്ല. ഒരു മക്കളുമായിട്ടോ കുട്ടികളുമായിട്ടോ ഫാമിലിയായിട്ടോ ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അവർക്ക് ലഭിക്കുന്നുണ്ട്. അവരെ ഒരു ചട്ടക്കൂടിൽ അടച്ചിട്ടിരിക്കുന്ന പോലെ ആയിരിക്കും. അതേസമയം മാനസിക സമ്മർദ്ദം ഈ സൈഡിലുള്ളവർക്ക് കൂടുതലാണ്. ചിട്ടയായ ഘടനയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു മാനസിക സമ്മർദ്ദമില്ല. സംവിധാനം പോകുന്നത് എങ്ങനെയാണെന്നും കാലഘട്ടം മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ പഠിക്കാനും മാറ്റാനും തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമില്ല. അതായത് വെറും നിലനിൽപ്പ് മാത്രമാണ് ഒരു ജോലിക്കാരനെ സംബന്ധിച്ച്. അവർക്ക് ദിവസം വരുമാനം ഇട്ട് പോവുക. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ജോലി നഷ്ടപ്പെട്ട് വരുമാനം നിലയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതേസമയം ഇവിടെ സമ്പത്ത് സൃഷ്ടിക്കാൻ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് ഒരു വലിയൊരു വീടുണ്ട്, നമുക്കൊരു വലിയൊരു കാറുണ്ട്, കുറെ സ്ഥലമുണ്ട്. ഇതൊക്കെ നമ്മുടെ സമ്പത്താണെന്ന് മനസ്സിലാക്കുന്ന ചില
ആൾക്കാരുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്കൊരു വലിയൊരു നല്ലൊരു കൊട്ടാരം പോലെ ഒരു വീടുണ്ടെന്ന് വിചാരിക്കാം. അതല്ല നമ്മുടെ അസറ്റ്, അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു അസറ്റ് അല്ല. ഒരു അസറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതിന് മാത്രമേ നമുക്ക് അസറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും നമ്മൾക്കൊരു വീടുണ്ട്, ആ വീട് അസറ്റ് അല്ല എന്ന് പറയാൻ കാരണം അതിന് നമ്മൾ വർഷം അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്യണം, പെയിന്റിങ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലേക്ക് പൈസ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പുറമേക്ക് പോകുന്ന പൈസ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മുടെ സമ്പത്തിൽപ്പെടുന്ന അല്ല. അതൊരു നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വീടുണ്ട്, അതൊരു ലയബിലിറ്റിയാണ്. അത് പിന്നെ നിങ്ങൾ ലോൺ എടുത്താണ് വീട് പണിതെങ്കിൽ അത് അതിലും വലിയ ലയബിലിറ്റിയാണ്. അത് ആരുടെ സമ്പത്താണ്? ലോൺ എടുത്തൊരു വീട് പണിയുമ്പോൾ ആ സമ്പത്ത് ആരുടെ? ബാങ്കിന്റെ സമ്പത്താണ്. ആ ബാങ്കിന് ഈ വീടിലേക്ക് ലോൺ കൊടുത്തുകൊണ്ട് ബാങ്കിന് എല്ലാ മാസവും വരുമാനം കിട്ടും. അപ്പൊ ആ വരുമാനം കിട്ടുന്ന ഏത് സ്രോതസ്സാണെങ്കിലും അതാണ് യഥാർത്ഥ സമ്പത്ത് അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുക. അതല്ലെങ്കിൽ ഇതൊരു ലയബിലിറ്റിയാണ്. നിങ്ങളൊരു കാറ് ഉള്ള വ്യക്തിയാണ്, നല്ല വിലപിടിപ്പുള്ള കാറുണ്ട്, ആ കാറ് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സമ്പത്താണ്. അതല്ല. ആ കാറ് എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റിയാണ്. കാരണം അത് കൊണ്ടു നടക്കണമെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിക്കണം, മെയിൻ്റനൻസ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ പുറത്തേക്ക് പോകുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതൊന്നും നമ്മുടെ സമ്പത്തല്ല, അത് ലയബിലിറ്റി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നിങ്ങളൊരു കാറ് വാങ്ങിച്ചു, ആ കാറ് വാങ്ങിച്ചു ഒരു ടാക്സി ആയിട്ട് ഓടിക്കുകയാണെന്ന് വിചാരിക്കാം, ഒരു ഡ്രൈവറെ വെച്ച് ഓടിച്ചാലും ആ കാറിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയാണെങ്കിൽ അതൊരു സമ്പത്താണ്. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കുള്ളത്, പിന്നെ വീടും പറമ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ കുറെ കൂടുതൽ കാശ് കൂടുതൽ കിട്ടുമ്പോൾ വിചാരിക്കും, അന്ന് ഞാൻ ഒരു നിസ്സാരമായിട്ട് ഒരു 10 ലക്ഷം വാങ്ങിച്ച ഒരു പറമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ അതിന് 1 കോടി രൂപ വിലയുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആളുകൾ വിചാരിക്കുന്നു അത്രയും കാശ് കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക, 1 കോടി രൂപയ്ക്ക് നിങ്ങൾ അത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ഒരു 10 സെന്റിന് വേറൊരു പ്ലോട്ട് വാങ്ങിക്കണമെങ്കിൽ അപ്പോഴും നിങ്ങൾ ഈ 1 കോടി കൊടുക്കണം. മനസ്സിലായി? അപ്രീഷിയേറ്റ് ചെയ്തു, അപ്രീസിയേഷൻ നടക്കുന്നു എന്നുള്ളത് വളരെ നല്ലത് തന്നെ. പക്ഷെ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് വരുമാനം ലഭിക്കുന്ന ഏതൊരു സാധനമാണെങ്കിലും നിങ്ങൾക്ക് അത് അസറ്റായിട്ട് കാണാം. നിങ്ങൾക്കൊരു തെങ്ങും പറമ്പുണ്ട്, അതിൽ നിന്ന് തേങ്ങയുടെ വരുമാനം ഉണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. റബ്ബർ തോട്ടമുണ്ട്, ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ അതൊരു അസറ്റാണ്. ഒരു 20 വർഷം മുമ്പ് റബ്ബർ തോട്ടം വാങ്ങിക്കുന്നത് അതൊരു അസറ്റായിരുന്നു. അതേസമയം ഈ കാലഘട്ടത്തിൽ റബ്ബർ തോട്ടം വാങ്ങിക്കുന്ന ഒരു ലയബിലിറ്റിയാണ്. പല ആളുകളും റബ്ബർ വെട്ടാതെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചാൽ, നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലതും. അതേസമയം ഇപ്പൊ നമ്മൾ നോക്കുക, കുറെ ആൾക്കാരൊക്കെ ടൗണിലൊക്കെ നല്ല കെട്ടിടങ്ങൾ വാങ്ങിച്ചിട്ട് അത് വാടകയ്ക്ക് കൊടുക്കും. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത വെച്ച് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ അത്രയും പോലും പെർസെന്റേജ് വെച്ച് കണക്കൂട്ടുമ്പോൾ ഉണ്ടായിരിക്കില്ല. അതേസമയം നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി ആ കാശ് അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ പൈസയുടെ മൂല്യം ഇടിയുന്നുണ്ടാവും. അദ്ദേഹത്തിന് വരുമാനം ഇത്ര കുറച്ച് പെർസെന്റേജ്, ഒരു 7% മറ്റോ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. അതേസമയം നമ്മൾ 1 കോടി രൂപ കൊടുത്ത് ഒരു റൂം വാങ്ങിച്ചാൽ അത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ 10,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വരുമാനം കിട്ടുക. എത്ര പെർസെന്റ്? വളരെ തുച്ഛമായ പെർസെന്റേജ് വരുമാനമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക. പക്ഷെ അതിനകത്ത് വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന് ആ കിട്ടുന്ന വരുമാനം മാസം കിട്ടുന്ന വളരെ കുറവാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ കെട്ടിടത്തിന് അപ്രീസിയേഷൻ സംഭവിക്കും. അപ്പൊ ഇത് രണ്ട് തരത്തിലാണ്. മൂല്യം അവിടെ കിടക്കുന്ന ബിൽഡിങ്ങിന്റെ മൂല്യം കൂടും, അതേസമയം നിങ്ങൾ പൈസയായിട്ട് ബാക്കി കൊണ്ടിരിക്കുക, അതിന്റെ മൂല്യം കുറയും, മാസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൂടുതലായിരിക്കും എന്നുള്ളത് കാര്യം ശരി തന്നെ. പക്ഷെ നിങ്ങൾക്ക് ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ അപ്പം തന്നെ പിന്നെ അഗെയിൻ ഡെപ്പോസിറ്റ് ചെയ്തോട്ട് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% എല്ലാ മാസവും ബാങ്കിലേക്ക് അടയ്ക്കുക. അത് ജീവിതത്തിൽ ഒരിക്കലും എടുക്കില്ല എന്നൊരു തീരുമാനം എടുത്ത് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് പിന്നെ അവിടെ തന്നെ ഡെപ്പോസിറ്റ് അങ്ങനെ കൂട്ടിക്കൊണ്ടു കഴിഞ്ഞാൽ ബാങ്കിൽ കിടക്കുന്ന പൈസയ്ക്ക് ഒരു മൂല്യം കൂടുന്നുണ്ടാവും. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നുകൂടി അതിന്റെ ഒരു അഭിപ്രായം പറയുന്നത് നല്ലതായിരിക്കും. സോ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ചില വ്യത്യാസങ്ങൾ എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതുകൊണ്ടാണ് ഈ ബിസിനസ് എന്താണ് അല്ലെങ്കിൽ ബിസിനസ് ജോലി തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷൻ എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.